മൺസൂണിൽ നിന്ന് മൺസൂൺ വിപ്ലവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീനയുടെ സിംഹാസനം ഇളക്കിയ മൺസൂൺ വിപ്ലവം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് രാജിക്കൊരുങ്ങുന്നു എന്നാണ് അഭ്യൂഹങ്ങൾ. സൈന്യവും മുഹമ്മദ് യൂനുസും തമ്മിലുള്ള സമവാക്യങ്ങളിൽ ഇപ്പോൾ അടിമുടി അസ്വാരസ്യങ്ങളാണ്. പൊതു തെരഞ്ഞെടുപ്പ് വൈകുന്നതും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച മാനുഷിക ഇടനാഴിയുമൊക്കെയാണ് ഇപ്പോൾ ഭിന്നതകൾക്ക് ഇന്ധനമാകുന്നത്. സമാധാനത്തിന് നൊബേൽ നേടിയ നേതാവ് രാജ്യം ഭരിച്ചാലും സമാധാനം പുലരണമെന്നില്ല. മൈക്രോ ഫിനാൻസിന്റെ തലതൊട്ടപ്പന് കണക്കുകൾ പിഴയ്ക്കുന്നത് എവിടെയാണ്? മുഹമ്മദ് യൂനുസിനെ മോബ്സ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖ് ഹസീന ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തി പ്രതികാരം ചെയ്യും. ആ ശപഥത്തിലേക്കുള്ള ദൂരം കുറയുകയാണോ? ഒരിടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വം ഉരുണ്ടുകൂടുകയാണ്. സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമല്ലെന്നും രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്നുമാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് ഏറ്റവും അടുത്ത അനുയായികളോട് പറഞ്ഞത്. മന്ത്രിസഭയിലെ അംഗങ്ങൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിൽ സൈന്യവും ഇടക്കാല സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. എന്താണ് കാരണം? പല കാരണങ്ങളുണ്ട്. രാജ്യസമ്മർദ്ദത്തിലേക്ക് ഇപ്പോൾ മുഹമ്മദ് യൂനുസിനെ എത്തിച്ചത് പട്ടാളത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് റാഖൈൻ ഇടനാഴിയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നതാണ്. മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന റാഖൈൻ പ്രവിശ്യയിലേക്ക് സഹായമെത്തിക്കാൻ വിഭാവനം ചെയ്തതായിരുന്നു ഇടനാഴി പദ്ധതി. ഐക്യരാഷ്ട്രസഭ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് നിർദ്ദേശിച്ച മാനുഷിക ഇടനാഴിയെ സൈനിക മേധാവി അതിശക്തമായി എതിർത്തു. യുദ്ധം തകർത്ത മ്യാൻമാറിലെ റാഖൈൻ മേഖലയിൽ സാധാരണക്കാർക്ക് സഹായമെത്തിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് ഇടനാഴി പരിഗണിച്ചിരുന്നത്. രക്തരൂക്ഷിതമായ ഇടനാഴി എന്നാണ് സൈനിക മേധാവി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഇടനാഴി ഭീഷണിയാണെന്നാണ് സൈന്യത്തിന്റെയും മറ്റു പാർട്ടികളുടെയും വാദം. മാനുഷിക ഇടപെടലിനായി വിഭാവനം ചെയ്ത മാർഗം വിദേശ ഇടപെടലിനുള്ള വഴിയാകുമെന്നും ആശങ്കയുണ്ട്. സൈന്യം രണ്ടും കൽപ്പിച്ചെതിർത്തതോടെ പിന്മാറേണ്ടി വന്നു മുഹമ്മദ് യൂനുസിന്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ഇടക്കാല ഭരണം മുഹമ്മദ് യൂനുസിലേക്ക് എത്തിയത്. പക്ഷേ ഇനിയും പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ഇതാണ് സൈന്യത്തിന്റെ അതൃപ്തിക്ക് മറ്റൊരു കാരണം. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് സൈന്യം ആവശ്യപ്പെടുന്നത്. എന്നാൽ 2026 ജൂണോടെ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന നിലപാടിലാണ് മുഹമ്മദ് യൂനുസ്. തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ നിൽക്കുന്ന പ്രധാന പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ മുഹമ്മദ് യൂനുസിനുമേൽ സമ്മർദ്ദവും ശക്തമാക്കി. തലസ്ഥാനമായ ധാക്കയിൽ BNP പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കാവൽ സർക്കാരിനെതിരെ BNPയുടെ ആദ്യ പ്രതിഷേധം എന്നതും ശ്രദ്ധേയം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മാത്രമേ ഒരു രാജ്യത്തിന് ശരിയായ ദിശാബോധം നൽകാൻ കഴിയൂ എന്ന ധാക്ക കന്റോൺമെന്റിൽ നടന്ന ഒരു പരിപാടിയിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവേ സൈനിക മേധാവി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് സത്യസന്ധതയോടും നിഷ്പക്ഷതയോടും കൂടി കടമകൾ നിർവഹിക്കണമെന്ന് സൈനിക മേധാവി വക്കാർ ഉസ് സമൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. മുഹമ്മദ് യൂനുസും സൈന്യവും തമ്മിൽ അകലം കൂടുകയാണെന്ന് വ്യക്തം. സൈനിക കാര്യങ്ങളിൽ മുഹമ്മദ് യൂനുസിന്റെ അനുയായികളുടെ ഇടപെടലിലും പട്ടാളത്തിന് അസ്വസ്ഥതയുണ്ട്. ഷെയ്ഖ് ഹസീനയുടെയും ഖാലിദ സിയയുടെയും പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന രാജ്യത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കാൻ സൈനിക മേധാവി സമൻ പദ്ധതിയിടുന്നുണ്ടെന്നും രഹസ്യ റിപ്പോർട്ടുകളുണ്ട്. കരസേനാ മേധാവിയുടെ അഭാവത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയമിച്ചുകൊണ്ട് സൈന്യത്തെ വിഭജിക്കാനുള്ള യൂനുസിന്റെ ശ്രമം മുൻകൂട്ടി കാണുന്നുണ്ട് ഈ സൈനിക മേധാവി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാരിനെ സൈന്യം ആദ്യം അംഗീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് പല വിഷയങ്ങളിലും സൈനിക മേധാവി സർക്കാരുമായി ഇടഞ്ഞു. ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനം മുതലാണ് ഭിന്നത മുളപൊട്ടിയത്. 2009 ഫെബ്രുവരിയിൽ നടന്ന റൈഫിൾസ് കലാപം 57 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അല്ലാതെയും നിരവധി പേർ
കേസിൽ 300ഓളം കലാപകാരികളെ ശിക്ഷിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇവരെ വെറുതെ വിട്ടു. യൂനുസ് പക്ഷത്തോട് അടുത്ത ബന്ധമുള്ള ഹിസ്ബുത്ത് തഹ്രീർ അടക്കമുള്ള ഇസ്ലാമിക സംഘടനകളാണ് മോചനത്തിനായി കരിക്കൽ നീക്കിയത്. പ്രത്യേക എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ ഇവരെ സർക്കാർ വെറുതെ വിട്ടത് സൈന്യത്തെ ചൊടിപ്പിച്ചു. ബംഗ്ലാദേശ് ഇപ്പോൾ ഏകദേശം 1.3 ദശലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നു. 2024 1,18,000 പേർ ചാറ്റോഗ്രാം ഡിവിഷനിലെ കോക്സ് ബസാറിൽ സ്ഥിരതാമസമാക്കി. ആയുധക്കടത്ത്, വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ആശങ്കകൾക്കും പുതിയ സാഹചര്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷമുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകളുമായി ഓൺലൈൻ മീറ്റിംഗിൽ സംസാരിക്കവേ ഇടക്കാല ഭരണം നയിക്കുന്ന മുഹമ്മദ് യൂനിസിനെ ഷെയ്ഖ് ഹസീന വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: മോബ്സ്റ്റർ, ക്രിമിനലുകളുടെ തലവൻ എന്നർത്ഥം. മനസ്സിൽ പകയുടെ കനൽ കെട്ടടങ്ങാതെ സൂക്ഷിക്കുന്നതിന്റെ ചൂടുണ്ടായിരുന്നു ആ വാക്കുകളിൽ. ബംഗ്ലാദേശിൽ ഇടക്കാല ഭരണത്തിന്റെ അമരത്ത് മുഹമ്മദ് യൂനിസിന് താളം തെറ്റുമ്പോൾ പ്രതികാരാഗ്നിയിൽ ജ്വലിക്കുന്ന ഹസീനയുടെ തുടർ നീക്കങ്ങൾ എന്താകും? കഴിഞ്ഞ സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി അമേരിക്കയിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിൽ 3 വിദ്യാർത്ഥികളെ ലോകത്തിന് യൂനുസ് പരിചയപ്പെടുത്തി. ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കിയ മൺസൂൺ വിപ്ലവത്തിന് പിന്നിലെ 3 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാണ് ഇവരെ മുഹമ്മദ് യൂനുസ് വേദിയിലേക്ക് ക്ഷണിച്ചത്. അവരോടൊപ്പം പുതിയ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുമെന്നായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമോ? പകുതി വഴിയിൽ പടവുകൾ തെറ്റി വീഴുമോ?